എനിക്ക് പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടമാണേ. പക്ഷെ അത് വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. എനിക്കത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ എല്ലാവരും അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാലോ. അപ്പോൾ കുറച്ച് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷെ മൈദയിലും ചെയ്ത് നോക്കുന്നവരുണ്ട്. ഞാൻ ഇത് കുറച്ച് പച്ചരി, അതുപോലെ തന്നെ കുറച്ച് ചക്കപ്പഴം, തേങ്ങ, വെല്ലം, കുറച്ചുപ്പ്, 2 ഏലക്ക ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തു. ഇത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. അധികം അരയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരി തരി ഉണ്ടാകും. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ള ഒരു അരവ് പോലെ. ഇത് അരച്ചതിന് ശേഷം അങ്ങനെ റെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും വെക്കണ്ട. നേരെ നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അങ്ങനെ വലിയ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു ടേസ്റ്റ് ഇതിനുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ചക്ക വെച്ചിട്ട് എൻ്റെ വിചാരം ചക്ക വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നാര് പോലെയൊക്കെ ഇങ്ങനെ വെലിയുന്ന പോലെയൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുപോലെയൊന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം. പുറമെ നല്ല ക്രിസ്പി ആയിരുന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ട്രൈ ചെയ്ത് നോക്കോട്ടോ. ചക്കക്കാലം തീരാറായി.